നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJ-യുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച കർണാടക സർക്കാർ. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘം അശോക് നഗറിലെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഡോക്ടർ റോയ് CJ-യുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ സംഘത്തിൽ DIG-ക്ക് പുറമെ ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരണകാരണം നെഞ്ചിന്റെ ഇടതുവശത്ത് 5-ാം വാരിയെല്ലിലൂടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. വലത് കൈകൊണ്ടാണ് വെടിയുതിർത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. കുടുംബാംഗങ്ങളുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. 5 പേജുള്ള പരാതി കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് ഇന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ചത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് സഹോദരൻ ബാബു CJ ആരോപിച്ചു. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അന്വേഷണം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനിരയാണ് റോയ് CJ എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരോപിച്ചു. ನಾವು ಇದನ್ನ ತನಿಖೆ ಮಾಡಿ ಇದನ್ನ ಜನರಿಗೆ ಏನು ನ್ಯಾಯ ಏನಿದೆ, ಏನು ಸತ್ಯ ಏನಿದೆ ಅನ್ನೋದನ್ನ ತಿಳಿಸುವಂತ ಕೆಲಸವನ್ನ ಖಂಡಿತ ನಮ್ಮ ಸರ್ಕಾರ ಮಾಡ್ತದೆ. അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഒപ്പിടാനെത്താൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. 24 ബംഗളൂരു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി രാംനാരായൺ ബാഗയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 8 പ്രതികൾക്കും ജാമ്യം. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഉപാധികളോടെ ജാമ്യം നൽകി. ഷാരിഖ് നവാസ് ഇപ്പോൾ പാലക്കാട് നിന്ന്. ഷാരിഖ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ 8 പ്രതികൾക്കാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 6 ഉപാധികളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഈ ഉപാധികൾ കർശനമായും പാലിക്കണമെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. അതായത് ഇവർ ജില്ലയുടെ പ്രാദേശിക പരിധി വിട്ടുപോകരുത്, എല്ലാ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം, എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം. അതുപോലെ തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ട സാക്ഷികളെയോ അതുപോലെ തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ള ആളുകളെയോ നേരിൽ കാണുവാനോ അതുപോലെ തന്നെ അവരുമായി സംസാരിക്കുവാനോ അവരെ ഭീഷണിപ്പെടുത്തുവാനോ ഒന്നും പാടില്ല എന്നും കർശന ഉപാധികൾ വയ്ക്കുന്നു. അതുപോലെ ഇതിൽ ആകെ അറസ്റ്റിലായിട്ടുള്ള 9 പ്രതികളാണ്. അതിൽ 9ാമത്തെ പ്രതി വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ആകെ രണ്ടാമത് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SIT സംഘം 20 പേരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പലരും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പലരും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. ഇവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇതിനിടെയാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഈ ആദ്യം അറസ്റ്റിലായ 8 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു. പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ ഈട്ടിക്കൊള്ള കേസിലെ നിർണായക വിധിയാണ് വയനാട് ജില്ലാ കോടതിയുടേത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയിരുന്നു. 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 120 ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വനം വകുപ്പിന്റെ നടപടി കോടതി ശരിവെച്ചത്. ജില്ലാ ജഡ്ജി V മൃദുലയുടേതാണ് ഉത്തരവ്. ഈ വുഡ് പട്ടയം ലഭിച്ചതിന് ശേഷമോ അതിന് മുമ്പോ എന്നുള്ള തർക്കമാണ് ഇതിൽ വന്നത്. പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത്. അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല, ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിധിയുടെ വിജയം. ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ 2020 ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 1960 ശേഷം നട്ടുവളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു വിവാദ ഉത്തരവിറങ്ങിയത്. ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി ഈട്ടിക്കൊള്ള നടന്നതോടെ 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഇതിനകം 100 മുതൽ 250 വർഷം പഴക്കമുള്ള ഈട്ടിമരങ്ങൾക്ക് കോടാലി പതിച്ചു. വനം വകുപ്പ് 41 കേസുകൾ ചുമത്തിയിരുന്നു. വനം, പോലീസ്, റവന്യൂ വകുപ്പുകൾ 120-ലധികം കേസുകളെടുത്തു.
പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടരുന്നുമുണ്ട്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ ഹാജരായത്. 24 വയനാട്. റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനെതിരെ ആഞ്ഞടിച്ച് കിറ്റെക്സ് എം ഡിയും 2020 ചീഫ് കോർഡിനേറ്ററുമായ സാബുവും ജേക്കബ് വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകി 2020 തകർക്കാൻ ശ്രമിക്കുകയാണ്. ചാനലിന്റെ പ്രവർത്തനം ലൈസൻസ് ഇല്ലാതെയെന്നും സാബുവും ജേക്കബ് ആരോപിച്ചു. 2020-ക്കെതിരെ റിപ്പോർട്ടർ ചാനലിൽ വരുന്ന വാർത്തകളെ പാടെ തള്ളിക്കൊണ്ടാണ് ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് വാർത്താസമ്മേളനം നടത്തിയത്. ആന്റോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിലൂടെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനായി വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നുവെന്നും ആരോപണം. റിപ്പോർട്ടർ ചാനൽ ഈ TV ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല ദിവസങ്ങളിലായിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിറ്റെക്സിന്റെ വ്യവസായത്തെ പോലും പഠിക്കാതെ കളവ് പറയുകയാണ്. ഏതോ പാർട്ടിക്ക് വേണ്ടി ആന്റോ അഗസ്റ്റിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായി റിപ്പോർട്ടർ ചാനലിലെ 16 പേർക്കെതിരെ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ ചാനൽ തയ്യാറാകണം. ആ ചാനൽ പ്രവർത്തിക്കാനായിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടോ? അതുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കണം. അതിൻ്റെ മുകളിലും അടിയിലും കാണിച്ചാൽ പോരാ, വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ കാണിക്കണം, പുറത്ത് വിടട്ടെ. അതില്ലെങ്കിൽ അടച്ചുപൂട്ടണം. നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടണം. ഇതു സംബന്ധിച്ച് കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് തിരികെ. സർചാർജ് കുറച്ച് KSEB. ഫെബ്രുവരിയിൽ പ്രതിമാസ ബില്ലുകാരിൽ നിന്ന് ഇന്ധന സർചാർജ് ഈടാക്കില്ല. ദ്വൈമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് 4 പൈസ ഈടാക്കും. ജനുവരിയിൽ സർചാർജ് യഥാക്രമം 8 പൈസയും 7 പൈസയുമായിരുന്നു. ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരി മാസത്തിലെ വൈദ്യുതി ബിൽ തുകയിൽ കുറവുണ്ടാകും. താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമിജിയോസ് ഇഞ്ചനാനിയലിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമരം ചെയ്യാൻ പോലും മടിയില്ലാത്ത വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സഭകളുമായുള്ള അകലം കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിന് മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന വേദി. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കാനും അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും മടിയില്ലാത്ത വ്യക്തിയാണ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമിജിയോസ് ഇഞ്ചനാനിയൽ എന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. താമരശ്ശേരി പിതാവ് വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തുന്ന ഒരാളാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. സർക്കാരിനെ പുകഴ്ത്തിയ റെമിജിയോസ് ഇഞ്ചനാനിയൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, വിഷമങ്ങളിൽ സർക്കാരിന്റെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്ക് ശക്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം അതിന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഇൻഫാം സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിൽ സർക്കാർ പരിഹാരം കണ്ടുവെന്നാണ് ഇൻഫാമിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇനിയും പൂർത്തിയാകാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം. സാങ്കേതികതയുടെയും നിയമത്തിൻ്റെതുമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവ അങ്ങയുടെ ശ്രദ്ധയിൽ സജീവമായി തുടർന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ജോസ് കെ മാണി അടക്കമുള്ളവരുടെ ഇടപെടലും ഈ നീക്കത്തിന് പിന്നിൽ നിർണായകമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇൻഫാമിനെ അടക്കം ചേർത്ത് നിൽക്കാനായത് സർക്കാരിന് വലിയ ആശ്വാസമാണ്. 24 കോട്ടയം. അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരൻ സർക്കാർ വാക്പോര് മുറുകുന്നു. മലപ്പുറത്ത് ഓഫീസ് തുറന്ന ഇ ശ്രീധരൻ ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15 മുതൽ യോഗങ്ങൾ ചേരും. പ്രായോഗിക പദ്ധതിയെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടക്കം മുതൽ അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്നയാളാണ് മുഖ്യമന്ത്രിയെന്ന് മന്ത്രി P രാജീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ച് നേട്ടമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ഇ ശ്രീധരൻ തടയിട്ടതോടെയാണ് പോര് മുറുകിയത്. റാപ്പിഡ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും CPIയും മെട്രോമാനെതിരെ തിരിഞ്ഞു. എന്നാൽ മലപ്പുറത്ത് ഓഫീസ് തുറന്ന് അതിവേഗ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെ പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി P രാജീവ് രംഗത്തെത്തി. നാളെ ബജറ്റിൽ പറയുകയാണ് റെയിൽവേ കേരളത്തിന് അതിവേഗ റെയിൽ അംഗീകരിച്ചിരിക്കുന്നു. ശ്രീ ഇ ശ്രീധരനെ പോലെ പരിണതപ്പെടുത്തുന്ന അദ്ദേഹം രാഷ്ട്രീയം വേറെ, അതങ്ങനെ ഒരാളെ ഇതിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കില്ലേ? അതിവേഗ റെയിൽ പാതയിൽ കേന്ദ്ര സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ്
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും. ഈ ശ്രീധരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. രാജ്യത്ത് ഇന്ന് സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹിയാകുമെന്ന സ്ഥിതിയാണുള്ളതെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇത് സംഘപരിവാർ ഡിസൈൻ ചെയ്യുന്ന അജണ്ടയാണെന്നും KC വേണുഗോപാൽ. രാഷ്ട്രീയം അധികാരത്തിനപ്പുറം സേവനമെന്ന വിഷയത്തിൽ JN യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026 സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. സമകാലീന ഇന്ത്യൻ സാഹചര്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഷ്ട്രീയം അധികാരത്തിനപ്പുറം സേവനം എന്ന സംവാദ പരിപാടി. ചോദ്യമുന്നയിക്കുന്ന പ്രധാന പ്രതിപക്ഷ നേതാക്കളെ പല രീതിയിൽ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ചൈനീസ് ചാരനായി മുദ്രകുത്തിയതും വളഞ്ഞിട്ടാക്രമിച്ചതും നാം കണ്ടതാണ്. ഈ ആക്ഷേപമുന്നയിച്ച BJP തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സംഭാവന സ്വീകരിക്കുകയുണ്ടായെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയും ചൈനയെയും ഒരുപോലെ ശത്രുപക്ഷത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ശത്രുക്കളായിരിക്കാം, പക്ഷേ അവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഈ വാചകമാണ് ഉദ്ദേശിച്ചത്. അന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് ഇന്ത്യ പറഞ്ഞ പോലെ ചൈനീസ് ചാരൻ, ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. ഞങ്ങൾക്കതിൽ ആക്ഷേപം വന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചൈനയിൽ നിന്ന് പണം വാങ്ങിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിട്ട് അവർ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമല്ല പോയത്, RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും പോയി ഡിസ്കഷൻ നടത്തി. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പൈസ വാങ്ങിച്ചാൽ അത് തെറ്റ്, അത് ചൈനീസ് ചാരപ്രവർത്തനം. RSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ വിളിച്ചാൽ അത് മഹത്വം. ക്യാമ്പസ് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമേ വേണ്ട എന്ന നിലപാട് തെറ്റാണെന്നും ഇത് തലവേദന മാറ്റാൻ തലമുറിച്ചു മാറ്റുന്നതിനോട് സമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ ആയിരുന്നു പരിപാടിയുടെ മോഡറേറ്റർ. 24 കൊച്ചി. പൂർത്തിയാവുന്നു. നമസ്കാരം.